രാമായണത്തിൽ നമ്മൾ കേട്ട ഇന്ത്യയിൽ നിന്നും ലങ്കയിലേക്ക് ശ്രീരാമൻ പണിത ആ പാലം രാമസേതു, അത് കാണാനാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. ശ്രീലങ്കയിലെ മണ്ണാർ എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് തലൈമന്നാറിലേക്ക്. ഈ രാമസേതുവിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ശ്രീലങ്കയുടെ ഏറ്റവും തൊട്ടടുത്ത ഒരു ഭാഗമുണ്ട്, തലൈമന്നാർ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ യാത്രയിട്ട് നമുക്ക് ബസ്സിന് ഇപ്പൊ 6:30 സമയം. ഇവിടുന്ന്, അതായത് ഞങ്ങൾ റൂമൊക്കെ എടുത്ത ഭാഗത്തുനിന്ന് 900 മീറ്ററാണ് ബസ് സ്റ്റാൻഡിലേക്ക്. ഇവഴി നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ചർച്ച് ഉണ്ട്. ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട കാര്യമില്ല, ഇതുവഴി തന്നെയാണ് ബസ് വരിക. ഇതേ ഈ വരുന്ന ബസ് തലൈമന്നാറിലേക്കാണ്. എന്താ പതിയാണല്ലേ വരുന്നത്. ബസ്സിന്റെ ഉൾഭാഗമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൽ മൊത്തം തമിഴ് പാട്ടാണ്, ഇന്ത്യൻ പാട്ടുകളാണ്. പിന്നെ ഈ ചേട്ടൻ, ഈ ഡ്രൈവർ ചേട്ടനൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് നമ്മളോട്. തമിഴ് കന്നഡയുള്ളവർക്ക് കൂടുതലും തമിഴാണ് അറിയുക. ഇവിടുന്ന് തലൈമന്നാറിലേക്ക് 150 LKR ആണ്, അതായത് 43 ഇന്ത്യൻ രൂപ. 1 മണിക്കൂർ യാത്രയാണുള്ളത്. നല്ല റോഡാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിക്കോളും. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള ഒരു വഴിയില്ലേ, അതുപോലെ തന്നെയാണ് മന്നാറിന്ന് തലൈമന്നാറിലേക്കും. സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ് കൂടുതലും. ഒരു ഗ്രാമത്തിലേക്ക് ഒരു ബസ് പോവുകയാണ്. ബസ്സിൽ കയറാൻ ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ട്. നല്ല തമിഴ് പാട്ടും കേട്ടുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ വേറെ തന്നെ രസമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം നല്ല തിരക്കായി. ഒരു യാത്രക്കാരന് വേണ്ടിയിട്ട് സാധനം വാങ്ങിച്ചു കൊടുക്കുന്ന കണ്ടക്ടർ, എല്ലാവരും നല്ല പെരുമാറ്റമാണ്. പച്ചക്കറി കടയാണിത്. ഇത് എവിടെയുണ്ട്, വേറൊരു കടയും കൂടെ ഉണ്ട്. റെയിൽ ട്രാക്കാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. ഇതാ കഴുത. തലൈമന്നാറിലേക്ക് ട്രെയിൻ സർവീസും ഉണ്ട്. ഇതൊരു മിനി സ്കൂൾ ബസ്സാണ്. കുട്ടികളാണ് കൂടുതലായിട്ടും കയറുന്നത്. തലൈമന്നാർ ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ഈ വഴിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് തന്നെ. ഇവിടെ സ്ട്രെയിറ്റ് ആണ് തലൈമന്നാർ പിയർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം. ഗ്രാമത്തിൻ്റെ ഇവിടെ തന്നെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. സ്കൂളാണ് ഇവിടുത്തെ. ശ്രീലങ്കയുടെ ഏറ്റവും അറ്റത്തെ ഗ്രാമപ്രദേശമാണിത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ധനുഷ്കോടി എന്ന് പറയുന്ന പോലെയാണ് ശ്രീലങ്കയുടെ തലൈമന്നാർ. ഇവിടെ തെങ്ങുകളല്ല, കൂടുതലും പനകളാണ്. ഇതൊക്കെ പനയാണ്. ഗ്രാമത്തിൻ്റെ ഇവിടെയുള്ള ആ ഒരു ബസ് സ്റ്റോപ്പ് ഇതാണ്.
எவ்வளோ தூரம் இருக்குண்ணா? ആ ഇതുവഴി പോയാൽ മതി എന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ കൊണ്ട് വണ്ടി എത്തിച്ചു. ഇതുവഴി ഇനി നടക്കാം. ഇവിടെ 2-3 ബസ്സൊക്കെ ഉണ്ട്. ആ കോവിൽ വഴി എന്നല്ലേ പറഞ്ഞേ? തെരിയല്ല. ആദ്യമായിട്ട് കേൾക്കുന്നതാന്ന് തോന്നുന്നു. അവർക്കറിയില്ല. വാ 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 അങ്ങോട്ട് പോവാ. അവർക്കറിയില്ല ഇത്. ഇതുവഴി പോവാ. ആ ഇവിടെ ഇല്ലവരല്ല. ഇങ്ങ വഴിയും പോലാമാ? ആ അതുവഴി തന്നെ പറഞ്ഞത്. അതുവഴി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. നമുക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. അതുവഴി തന്നെയാണ് പറഞ്ഞത്. ആ ഒരു ക്ഷേത്രം, ആ ഒരു കോവിലിന്റെ ഭാഗത്തൂടെ പോകാനാ പറഞ്ഞത്. നേരെ പോയി കേരള. ഓക്കെ, എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ്. ആ ആ ഇപ്പൊ വെള്ളം ഇരിക്കാ, തണ്ണി ഇരിക്കാ, കടൽ. ഓക്കെ ഓക്കെ അണ്ണാ. ഞാൻ അങ്ങനെ വെള്ളം അറിയാവുന്ന വെള്ളം എന്ന് പറഞ്ഞ തണ്ണീന്നാ പറഞ്ഞിട്ട് ചോദിക്കാൻ കാരണം കടലാന്നില്ലല്ലോ. ഈ വേലിയേറ്റം വേലിയർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അത് ശരിയാണ്. അപ്പൊ ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പാലം ചിലപ്പോ വ്യക്തമാവണമെന്നില്ല. അതായത് അവിടത്തേക്ക് പോകേണ്ട മാപ്പില്ലേ, ഗൂഗിൾ മാപ്പിൽ അതിനൊന്നും ഇല്ല. നമ്മൾ ഇവിടുന്ന് അതായത് നല്ല വ്യൂ കിട്ടുന്ന ഭാഗം അതാണ് ചോദിച്ചു പോകുന്നത്. കാരണം ഇതിലൂടെ ഓരോരോ ഇടവഴിയൊക്കെ കാണുന്നുണ്ട്. എല്ലാവരോടും ചോദിക്കുക, അതാ നല്ലത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് പോയി ആ ഒരു ലെഫ്റ്റിലേക്ക് പോകാനാണ് നേരത്തെ കണ്ട അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഒരു ചർച്ച് കാണുന്നുണ്ട്. ഇതാ തൊട്ട് മുന്നിലായി. നടന്നു പോകുന്ന സമയത്ത് തിരിച്ചു വരേണ്ട വഴി, അതായത് നമ്മളിപ്പോ ബസ് ഇറങ്ങില്ല, അതൊന്ന് ഓർമ്മയിൽ വേണേ. തീർച്ചയായിട്ടും അത് ഓർമ്മയിൽ വേണം. അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും ആയിപ്പോ. ഇനിയിപ്പോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബസ് മണ്ണാർ ഭാഗത്തേക്ക് കിട്ടും. അധികം ആൾക്കാരേ ഇല്ല. പിന്നെ രാവിലെയും കൂടി ആണല്ലോ. കുട്ടികളെല്ലാം സ്കൂളിലേക്കല്ലേ. ആ ബസ് നിറച്ച് സ്കൂൾ പിള്ളേരല്ലേ. എത്ര സ്കൂളുകളാണെന്നറിയോ? ആ മൊനമ്പിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം മാത്രം. ഇവിടെ തെങ്ങുണ്ട്, അതുപോലെ തന്നെ പനയുണ്ട്. ഇത് തെങ്ങാണ്, ഇത് പനയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇടതുഭാഗത്തേക്കാണ്. ശരിക്കും ഇത് അങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു പോയിന്റ് ഇല്ല. ഏത് ഭാഗത്ത് പോയാൽ, അതായത് അതിനൊരു സൈഡുണ്ട്, ആ ഒരു ഭാഗത്ത് പോയാൽ അതിൻ്റെ ഓരോരോ ഈ ഒരു ആ ഒരു പാലത്തിന്റെ ഒരു ഭാഗങ്ങൾ അല്ലേ. അതുപോലെ തന്നെ ഇതൊരു സെമിത്തേരിയാണ്. ഇതൊരു സെമിത്തേരിയാണ്. ഇവിടെ ഉണ്ടല്ലോ നല്ലോണം എന്താ പറയുക, ക്രിസ്ത്യൻസ് ഉണ്ട്. ഒരുപാട് പള്ളികളും കാണാം നമുക്ക്. അതുപോലെ തന്നെ പിന്നെ ഹിന്ദുസും ക്രിസ്ത്യനാണ് കൂടുതൽ ഈ ഒരു ഭാഗത്തുള്ളത്. മെജോറിറ്റി ആയിട്ട് അവർ തന്നെയാണ്. തൊട്ട് മുന്നിലെത്തി കടൽ. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ നടന്നെത്തി. ഇതിപ്പോ ഇവിടുന്ന് നോക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല. ഒരു നല്ലൊരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിലല്ലേ. ആർമി കണ്ടുകൊണ്ട് കുറച്ച് ഭാഗം. അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റും തോന്നില്ല. ധനുഷ്കോടിയിൽ ആ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് ഇവിടെ കുറച്ച് ഉണ്ടോ എന്നൊരു സംശയം. ഇവിടെ ഇരുന്ന ഇന്ത്യ പാക്കം ടവർ தெரியுமா? அது எந்த பக்கம்?
ஒரு இப்படி ஒரு புட்டி இருக்கு, ஆ. அதுக்குள்ள ஒரு ஆறு இருக்கு, ஆ. புட்டி இருக்கு, அதுக்கு இந்தியா வரையும் இருக்கு. ஆ. இப்போ நீங்க இந்த பாலம் இருக்குல்ல, பாலத்துல ஏறி பார்த்தா அங்க வெள்ளையா தெரியும் பாருங்க, அதான் அந்த இது ராம் சேது இதா ராம் ராமர் இதுதானே. தனுஷ்കോടി രാമേശ്വരം. അതായത് അവിടുന്ന് ഇപ്പൊ പോയി കേരള. അപ്പൊ இந்த எந்த இடத்துல பாக்குறதா இருந்தா சரியா போட்ல போய் கடல்ல தான் பாக்கணும். அப்படி தரமா இருக்கும் போட்டுனா தெற்கால ஒரு பாதை இருக்கு அந்த ரோட்டு. உங்கள்ட்ட மெப்பிள்ளையா இந்த ரோடா? இந்த ரோடு இல்ல, உங்க ஊருக்குள்ள போய் ഒരുപാട് இல்ல, அதால ரோட்டு ஒன்று இருக்கு, அதால போனா அப்படி இல்லாட்டி ஒரு டெக்டர் ஒரு வாகனம் ஹயர் பண்ணி போனா அப்படி போனா அப்படி வேஸ்ட் காசு. நடந்து போயே பார்த்துட்டு வரலாம். இந்த இடத்துல நடந்து போகிறதுக்கு பிரச்சனை இருக்கா? இங்க இருந்து நீ எங்க வரையும் நடக்கணும், ஒரு கொஞ்சம் தூரம் தான் நடக்கணும், அங்கெல்லாம் கடல். இதுதான் പാലം റാം സേതു. ഈ മുമ്പ് കാണുന്ന ഇത് അത് ഇവരോട് എങ്ങനെ പറയണത്, കാണുന്നുമില്ല അത്. நீங்க மலையாளத்துல கரங்கி விளங்க ஒரு அளவுக்கு அந்த இருக்குல்ல, ആ இதுக்கு நேரா பாருங்க, இந்த எல்லாம் கரை மாதிரி தெரியுது, ആ ആ ആ அதுக்கு அங்க கடல் தெரியுதுல, ആ அந்த கரை வரையும் தொங்கல் வரையும் போங்க. இப்படி போயிட்டு അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. ആ അവിടെ വരെ പറ്റുള്ളൂ. போங்க, தொங்கல் வரையும் போயிட்டு தொங்கல் சின்ன வாடி ஆக்கு தெப்பங்கள் இருக்கு, அதான் கடைசி முடிவு. அது பிறகு இப்படி போனா அது கேம்ப், அங்கால போக முடியாது. ആ ക്യാമ്പാ? அது கேம்ப், ആ பெரிய கேம்ப், அதை விட மாட்டாங்க போறது. இதெல்லாம் நீங்க என்ன வேணாலும் செய்யலாம். போயிட்டு அதுல இருந்து பாருங்க, இங்கிட்டு பார்த்தா அந்த கரை தெரியும், ராமேஸ்வரம் இது. ആ இதுல இருந்து பார்த்தாலும் ராமேஸ்வரம், இந்த ராமர் தனுஷ்கோடி அந்த பாலம், ராமர் போட்டோம் அந்த பாலம் தான் அது. പാമ്പൻപാലം. പാമ്പൻ கரை ആ மண் മണ്ണ് തിട്ടായിട്ടില്ല. திட்டு திட்டா இருக்கு. തരും இதுல ஒரு திட்டுனா இப்படி ஒரு தண்ணி ஓடும், ആ அங்கால ஒரு திட்டு, அங்கால ஒரு திட்டு 36-40 திட்டு கிட்ட இருக்கு தனுஷ்கோடி போகுது. അതായത് നമുക്കിനിപ്പോ അവിടെ പോവാ അല്ലേ? ഓക്കെ ഓക്കെ. நீங்க இதால போயிட்டு இந்த ரோட் முடியும், ஆ. ரோட்டு முடிஞ்சது அங்கால தர மாதிரி இருக்கு, அதனால போங்களாட்டி கரைக்கடை பிடிச்சி அறுபது வழியை போயிட்டு அதோட நிப்பாட்டிட்டு அங்க கடைசியா தெப்பங்கள் இருக்கு, தொங்கல் வரையும் போங்க பயன்படலாம். அதுல இருந்து பாருங்க நல்லா தெரியும். ഓക്കെ, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. போயிட்டு வாங்க. നന്ദി അണ്ണ. അതായത് ഈ ഇവിടെ എത്തിയാലും നമുക്കൊരു കൺഫ്യൂഷനാണ്. കാരണം കറക്റ്റ് ആ அப்படி உங்களுக்கு டவுட்டா இருந்தா இப்படியே போய் பணியால எனக்கு கரைக்கடைக்கு ആ எனக்கு கரை வழியா போனா போயிட்டே இருப்பேன். ஆனா சுத்து கூட தூரம் இப்படியே போனா அதான் தொங்கல் முடிவு, அதுக்காக போக முடியாது, எனக்கு வேணாம். அப்படியே பார்த்துட்டு அந்த கரையை பார்த்து நேரம் இங்கே வாங்க. ആ ஆனா இப்படியே போனா மீன்கள் அதுகள் பார்த்துட்டு போவீங்க. അതായത് ഈ കടലിന്റെ സൈഡിലൂടെ തന്നെ പോവാന്നാ പറയുന്നത്. ഇതുവഴി പോവാന്നാല് அப்படியே போய் பணியால இறங்கி கடல் அருகு வழியே போங்க பார்த்து ആ பார்த்துட்டு முடிவு வரையும் போங்க, ആ திரும்பி வந்துருங்க, அங்கே போயிடாம. ആ ഓക്കെ ഓക്കെ. അതായത് അതിന്റെ തൊട്ടപ്പുറത്തേക്കൊന്നും അധികം പോവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഇവിടെ ആർമി കൺട്രോൾഡ് ഏരിയ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് കേറി പോകാൻ പറ്റൂല. അല്ല, ഇവിടുത്തെ ആൾക്കാരോട് എത്ര ആൾക്കാരോട് ചോദിച്ചു പോകാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. കാരണം നല്ല മനുഷ്യരെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ ഇതുവഴി നടക്കാന് ഇവിടെ ഗാർഡൻ ഉണ്ട്, ബീച്ച് ഗാർഡനാണിത്. ധനുഷ്കോടിയും രാമേശ്വരവും അങ്ങ് അവിടെയാണ്, അങ്ങ് ദൂരത്തായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? അതൊക്കെയാണ് രാമസേതുവിന്റെ ബാക്കിയുള്ള ഭാഗങ്ങള്. ഒരുപാട് ദൂരെയാണത്. അതിങ്ങനെ ഇതാ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പോയി 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 അവിടെ എത്തും. കുറച്ചും കൂടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ധനുഷ്കോടി വരുന്നത്. കേരള അല്ല, ഞങ്ങള് പാക്കറത്തേക്ക് വന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇത് ആ ആ ദ്വീപ് അവിടെ വെടുപ്പായിട്ട് അറിയത്തില്ല, ആ അവിടെ ഇരുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഈ സ്ഥലത്താണ് പോകാൻ പറ്റില്ലേ, അവിടെ ആ ബസ് സ്റ്റോപ്പിന്റെ അതെ, അതിന്റെ അകത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന്റെ ടോട്ടൽ ഡയറക്റ്റ് ആയിട്ട് പോയെങ്കിൽ ആ സ്ഥലം കിട്ടും. അങ്ങോട്ട് നടക്കാൻ പറ്റും. അങ്ങോട്ട് കുറച്ച് നടക്കാൻ പറ്റും, പിന്നെ അങ്ങോട്ട് വെള്ളം ആ. അവിടെ പോയി നിറച്ച് സ്വിമ്മിങ്. ധനുഷ്കോടി സൈഡ് എവിടെയാ? അവിടെയല്ലേ? അത്ര പോകാൻ പറ്റുമോ? അത് അങ്ങനെ വരാൻ പോകാൻ പറ്റും. ആ ഉം.
പോകാൻ പറ്റും. പിന്നെ അത് കാണണമെങ്കിൽ അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് വഴി പോകണം. ബസ് സ്റ്റോപ്പിക്ക് അപ്പുറത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ജീസസ് ക്രോസിന്റെ ഒരു അത് നേരെ ഇട്ടാൽ മതി. പിന്നെ അവിടെ ഒരു ഹോട്ടൽ കിട്ടും. ആ ഹോട്ടലുണ്ട്. അവിടെ കുറച്ച് മുമ്പ് പോകണമെങ്കിൽ നിങ്ങൾക്ക് കടലറിയാം. പിന്നെ അവിടെ ഒരു ബോക്സ്. പിന്നെ കാത്തടി. പേരെന്താ? പേര് നവീൻ. മനു. കാസർഗോഡ്. കണ്ണൂർ മലബാർ സൈഡ്. ഓക്കെ എന്നാ നല്ല മലയാളം. അതായത് അവിടെയാണ് രാം സേതുവിന്റെ ബാക്കി ഭാഗങ്ങള്. അതായത് നേരത്തെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ജീസസ് ക്രിസ്റ്റിന്റെ ഒരു ഇത് കണ്ടില്ലേ? അത് നേരെ പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു നല്ലേ. പക്ഷെ ഇവിടുന്നും കാണാൻ പറ്റുന്നാണ് പറഞ്ഞത്. അവിടെ തന്നെയാണ് ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചാണ് ധനുഷ്കോടി. ഈ ഭാഗത്ത് ഇവിടം വരെയാണ് നമുക്ക് പോകാൻ പറ്റുക. രാം സേതു ഉള്ളത് ദേ അങ്ങ തൊട്ട് മുന്നിൽ കാണുന്ന അതാണ്. അത് ഇങ്ങനെ പോയി കണ്ടോ? അവിടെ മണലാണ് ആ ഭാഗത്ത് മുഴുവൻ. അതായത് കര തന്നെയാണ്, പക്ഷെ ആ ഭാഗത്തേക്ക് അങ്ങനെ നടന്നു പോകാൻ പറ്റില്ല, വെള്ളമാണ്. അതാണ് ഇങ്ങനെ ഇതാ പാലം പോലെ. അതായത് ഈ പറയുന്നത് ഇതാണ് ഈ ഭാഗത്തുള്ളത്, അറ്റും പുറകിലുള്ളത്. അതാണ് ഇങ്ങനെ പോയി ഇതുവഴി ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ കാണുന്നില്ലേ ഏറ്റവും പുറകില്? അതാണിതാ ഇങ്ങനെ പോയി അങ്ങ് ദൂരത്തായി നമുക്ക് കാണാം. പക്ഷെ അതെന്താണെന്ന് വ്യക്തമാവുന്നില്ല. ഇതാ ആ പുറകിലിതാ അതുവഴി അങ്ങനെ പോയി ഇതിലൂടെയാണ് നേരെ ഇന്ത്യയിലേക്ക് അത് ആ ഒരു പാലം കണക്റ്റ് ആവുന്നത്. ധനുഷ്കോടിന്റെ ഭാഗം ഇവിടെയാണ്. അങ്ങ് ദൂരത്തായി നമുക്ക് ഒരു കര കാണാം. അതാ ഒരു രാം സേതുവിന്റെ ആണ്. വ്യക്തമല്ലേ ഇത്? ഇതാ അവിടെയായിട്ട് ആ പുറകില്. ഇവിടത്തേക്ക് വന്നിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ അധികം അങ്ങനെ ആൾക്കാരൊന്നുമില്ല. പിന്നെ ഈ നടന്നു പോകുന്ന വഴി തന്നെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ താഴുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ചില ഭാഗത്ത് നല്ല ചളിയുണ്ട്. ഇനി നമുക്ക് അങ്ങ് അപ്പുറം പോയിട്ട് അതിലൂടെയാണ് പോകേണ്ടത്. ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു ഭാഗത്ത് അതിലൂടെ തന്നെ നടക്കണം. ഇപ്പൊ വന്ന അതേ വഴി തന്നെ തിരിച്ചു പോവാം. ആദ്യം ബസ് ഇറങ്ങിയ ഭാഗമില്ലേ, അവിടേക്ക് തന്നെ ഇനിയിപ്പോൾ തിരിച്ച് നടന്നിട്ട് പോവുകയാണ്. അവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഇപ്പോൾ വേറെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടുവാണെങ്കിൽ അങ്ങനെ പോവാം. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഏകദേശം നടന്നെത്തി. ഇവിടെ ഒരു ഓട്ടോ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പാലത്തിൻ്റെ ആ ഒരു വ്യൂ ഉള്ള ഭാഗത്തേക്ക് പോവാം. 2 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. മലയാളം ശ്രീലങ്കൻ തമിഴും ഇന്ത്യൻ തമിഴും ഡിഫറെന്റ് താ. ഈ ചേട്ടന് മലയാളമൊക്കെ ചെറുതായിട്ട് അറിയാം. നടന്നിട്ട് പോവുക ചെയ്യാം, പക്ഷെ ഒരുപാട് സമയമെടുക്കും. ഈ ഭാഗത്ത് കൂടുതലും വീടുകളാണ്. റോഡിന്റെ കണ്ടീഷനൊക്കെ ആകെ മാറി. ഇപ്പൊ നോർമൽ, അതായത് കട്ട് റോഡ്. കാട്ടുപാത പോലെ ഉണ്ട് അല്ലേ? ഏകദേശം നമ്മൾ അവിടെ എത്താനായി. ഭാഗത്ത് നേവിന്റെ ഓരോരോ ഓഫീസുകളൊക്കെ ഉണ്ട്. குட்டிக்கு டெக்டர்ல போனாங்க. இப்ப காத்து அந்த சோளம் காத்து இப்படி அடிக்கிறதால இடையில புட்டி வந்து உடைஞ்சிட்டு, அதாவது தண்ணி அரிச்சு புட்டியை 2 ஆக்கி விட்டு. அது நேரത്തെ முன்ன இப்ப போன வருஷம் எல்லாம் டெக்டர்ல 10,000 ரூபா
കുട്ടി കാട്ടുறது 10,000 രൂപ. നേരത്തെ പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെ പറ്റില്ല. അതുകൊണ്ട് അതായത് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ബോട്ടിലും പോകാൻ പറ്റും. ഇപ്പൊ ആർമി പ്രശ്ന നേവി പ്രശ്നം. ഇവിടുന്ന് നമുക്ക് ഇതുവഴി ഈ ചേട്ടനും കൂടി ഉണ്ടല്ലോ, എന്തോ വലിയൊരു ഹെൽപ്ഫുള്ളായി. സുദർശൻ. പെരിയ വാഹനം കോവിൽ വാഹനം പോകും. അതന്നെ ഇത് പോവില്ല, ഇവിടെ ഓട്ടോ പോവില്ല. மழை டைம்னு சொன்னா அவளுக்கு மண் உருகிடும் போகும். എന്തായാലും ഇതെല്ലാം ഒരു വെറൈറ്റി സ്ഥലങ്ങൾ തന്നെ. നമ്മൾ നേരത്തെ പോയതിനെക്കാട്ടി എത്രയോ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നിന്നാണ് പാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിതാ ഇവിടം വരെ വണ്ടികൾ ഇവിടം വരെയാണ് വരാൻ പറ്റുന്നത്. ഇവിടെ നേവിന്റെ പോയിന്റുകളുണ്ട്. താഴ്ന്നുണ്ടോന്നാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പോയത് അങ്ങ് ആ ഭാഗത്താണ്. ഇത് കണ്ടോ, രാമസേതു സ്റ്റാർട്ടിങ് അതല്ലേ? ആ ഇടയില ഉടഞ്ഞിട്ട് ഇടക്കൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇതാ ഇതേണ്ടാ, ഇതിലൂടെ പോകുന്നതാണെന്നില്ലേ. ഇതാണ് രാമസേതു. വരാം വരാം, ഇത് മുഴുവനായിട്ട് കാണട്ടെ. അതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം കാണുന്നില്ലേ, അതൊക്കെ അതിലൂടെ അങ്ങാ ഭാഗം വഴി കടന്നു പോവുകയാണ്. ഇതുണ്ട, അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എവിടെ എവിടെ இதுல முதலாவது 10 மாதிரி தெரியுதுல்ல, அது முதலாவது. அதுக்கு அடுத்தது அந்த வெள்ளை ஐங்கால தெரியுது, அதுக்கு கல்லு அந்த அது വെള്ളിയാവുന്ന தெரியுது, രണ്ടാമത്തെ. അങ്ങനെ ഇടക്കിടക്കാണ് വെള്ളത്തിന്റെ ഇടക്കിടക്ക് ഭാഗത്താണ് ഇങ്ങനെ കാണുന്നത്. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇതാ ഇവിടെയൊക്കെ കാണുന്നില്ലേ. അതായത് ഒരുപാട് മീറ്റർ 1 കിലോമീറ്റർ ഒക്കെ മാറിയിട്ടാണ് അടുത്തൊരു മൺതിട്ട വരുന്നത്. ഇവിടെയൊക്കെ പിന്നെ നല്ല രീതിയിൽ തന്നെ കാണാതാ. ഈ ഭാഗത്ത് പണ്ട് ഇതിലൂടെയൊക്കെ ബോട്ടിലൊക്കെ പോകാൻ പറ്റിയിട്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം, പക്ഷെ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അതാണ്, അതുവഴി നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. എന്തായാലും ഇത്ര അടുത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ഇന്ത്യയിൽ നിന്ന് രാമസേതു ഇത്ര വിശാലമായി നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. ഇവിടുന്ന് അത്രയും പെർഫെക്റ്റോടെ കാണാൻ പറ്റും. കുറച്ച് നടക്കാം, അത് നോക്കിയിട്ട് വേണം നടക്കാൻ. ചെറുതായിട്ട് താവുന്നുണ്ട്. എന്തായാലും ഇത്ര അടുത്തുനിന്ന് ഇത് കാണാൻ പറ്റിയില്ലേ അല്ലേ. അയ്യോ, അതാ നേരത്തെ അവിടുന്ന് കാണിച്ച പറഞ്ഞില്ലേ ധനുഷ്കോടി അവിടെ എന്താ, ആ ഭാഗത്ത് എവിടെയോ ആണ് നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു അവസാന പോയിന്റായ ധനുഷ്കോടി. നല്ല ക്ലിയർ ആയിട്ടുള്ള വെതറും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാണാനായി പറ്റിയേനെ. അപ്പം ഇതൊക്കെ കാണുന്നത് ആ ഒരു പാലത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഉള്ളത് ഈ ഭാഗത്താണേ. ഇത് ഫസ്റ്റ് ഐലൻഡ്. ഇതാ ഓരോ ചെറിയ ചെറിയ ദ്വീപുകളായിട്ടാണ് ശ്രീരാമസേതു. കണ്ട ഓരോരോ ചെറിയ ചെറിയ പോയിന്റുകളായിട്ടാണ്. പിന്നെ ഇങ്ങനെ പോയി ഈ അരീച്ചൽ മുന എന്ന് പറയുന്നില്ലേ, അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ധനുഷ്കോടി ഭാഗം. ഇത്രയും അടുത്ത് നമ്മളിതാ ഇവിടുന്ന് ഇത്രയും കാണാം. എന്റെ പൊന്നോ, അതാണ് ഈ ഭാഗം.
പാലം നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ട് തന്നെ എവിടത്തേക്ക് പോവാം? ധനുഷ്കോടി, നമ്മുടെ ഇന്ത്യയിലേക്ക് പോവാം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇത്രയൊന്നും വെള്ളം കയറിയിട്ടില്ലായിരുന്നു. അതായത് ഇപ്പോൾ പല ഐലൻഡുകളായിട്ട് മാറില്ല. അതായത് ആ പാലത്തിൻ്റെ വർഷങ്ങൾ കഴിയുന്തോറുമാണ് ഓരോ ഭാഗം അപ്രത്യക്ഷമായി വരുന്നത്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നല്ല രീതിയിൽ തന്നെ പാലത്തിൻ്റെ കാഴ്ച കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായല്ലോ. ഈ ഭാഗത്ത് നോക്കിയാൽ നല്ലൊരു വ്യൂ കിട്ടുന്നത് ഇതാണ്. ഇന്ത്യയിൽ തമിഴ്നാടിൻ്റെ തെക്ക് കിഴക്കൻ തീരത്തുള്ള രാമേശ്വരം ദ്വീപിൻ്റെ അവസാന ഭാഗമായ ധനുഷ്കോടിയെയും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള മണ്ണാർ ദ്വീപിൻ്റെ അവസാന ഭാഗമായ തലൈമന്നാറും ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു പാലം വരുന്നത്. ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ പാലം മുമ്പ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഒരു കരബന്ധമായിരുന്നു എന്നാണ്. ഈ പാലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ രാമസേതു. നമ്മൾ രാമായണത്തിൽ രാമസേതുവെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതായത് രാവണൻ സീതയെ ഇന്ത്യയിൽ നിന്ന് ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് രാവണനിൽ നിന്ന് ഭാര്യ സീതയെ രക്ഷിക്കാൻ ലങ്കാദ്വീപിലെത്താൻ ശ്രീരാമനും കൂട്ടാളികളും നിർമ്മിച്ച ഒരു പാലമായിട്ടാണ് ഇതിനെ പരാമർശിക്കുന്നത്. അതായത് ജനകീയ വിശ്വാസത്തിൽ ഇന്നും ഇത് രാമസേതു, അതായത് രാമൻ്റെ സേതു എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. എന്നാൽ രാമസേതു എന്ന ഒരു വാക്കിന് പുറമെ, അതായത് ആ ഒരു പേരിന് പുറമെ ഈ പാലം മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നത്, അതായത് ആദംസ് ബ്രിഡ്ജ്. ഹിന്ദു വിശ്വാസപ്രകാരമല്ലാതെ, അതായത് ഹിന്ദു വിശ്വാസികളല്ലാത്ത മറ്റു മതവിശ്വാസികൾ ഇതിനെ ആദംസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. രാംസേതു കാണണമെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ വന്നിട്ടാണ് ആ ഒരു നല്ല വ്യൂ കാണാൻ പറ്റുക. അവിടെ നിന്നാലും നമുക്കതിൻ്റെ കാഴ്ച കാണാം. പക്ഷെ അവിടെ നിന്നാലാണ് ഇന്ത്യ കുറച്ചും കൂടെ അടുത്തായിട്ട് കാണുക. ഇവിടുന്ന് കുറേയും കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നല്ലോ. അപ്പം ഇവിടുത്തെ ഈ ഒരു കാഴ്ച, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ആ ഒരു ഭാഗം, ശരിക്കും ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണല്ലോ അല്ലേ? ഒരു പാലം അങ്ങനെ നേരെ ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്യുകയാണ്, ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക്. ആ പണ്ട് കേട്ട അതേ ഒരു കഥ തന്നെയാണ് ഇപ്പോഴും ഓർക്കുന്നത്. ഇവിടെ അധിക നേരം ഞങ്ങൾ ഇനിയിപ്പോൾ നിൽക്കുന്നില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് അതായത് ടോട്ടലി 9 ഇങ്ങനെ നടന്നോടെ ദ്വീപ് പോലെ 9 ഉണ്ട്. അതില് 4 ശ്രീലങ്ക, 4 ഇന്ത്യ, 5ാவது ബോർഡർ. 9 എണ്ണത്തിൽ 4 എണ്ണം ശ്രീലങ്കേന്റെ, 4 എണ്ണം ഇന്ത്യൻ്റെത്, 1 എണ്ണം ബോർഡർ അല്ലേ? ശ്രീലങ്കയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ശ്രീലങ്കേന്റെ കീഴിലുള്ള 4 ആ ദ്വീപിന്റെ ഭാഗം വരെയാണ് പോകാൻ പറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ നേവിന്റെ കൺട്രോളിലാവും. അത് പിന്നെ വലിയ പ്രശ്നമാവും. ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ 16 കിലോമീറ്റർ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ത്യന്റെ ബോർഡർ വരും. പിന്നെ അത് വീണ്ടും 16 കിലോമീറ്റർ. അങ്ങനെ ടോട്ടലി 32 കിലോമീറ്റർ കൊണ്ട് ഇവിടുന്ന് ഇന്ത്യയിലേക്ക് എത്താൻ പറ്റും. അതായത് ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്താം. ബോട്ട് അരമണിക്കൂർ ഇന്ത്യയിൽ എത്താം അല്ലേ? சாமான் கொண்டு வர கப்பல். அது வந்து இப்போ எங்கட 15 கிலோமீட்டர் அதுக்குள்ள புட்டி இருக்கு. 2 புட்டி இடையில அந்த ஆறு அந்த உடைச்சு மண்ணுகளை அரிச்சு பெரிய ஆறு, அதெல்லாம் கடந்து போறது. நாங்க சில நேரங்களுக்கு அந்த கோல் பண்ணுவாங்க. கோல் பண்ணா நாங்க அந்த பாலி காட்டுறது, பாதை காட்டுறது. இந்த மொபைல் டவர் லைட் நைட் தான் இல்ல, மொபைல் லைட் அந்த நேவி புட்டி வந்து இல்ல, எங்கள 3வது புட்டியில இருக்கு நேவி இது நேவி பாயிண்ட் இருக்கு. 3வது ദ്വീപില് നേവി പോയിന്റ്. ശ്രീലങ്ക എവിടെ? ശ്രീലങ്ക ഇതിൽ നിന്ന് കടത്ത് നൈസ്. இந்த புட்டிக்கு அடுத்து போனால் அதில் ஒரு 5 கிலோமீட்டர் போகணும். இங்கேருந்து 5 கிலோமீட்டர் அங்கெல்லாம் நாம நேவி புட்டி அதில் இருக்காங்க. அவங்க தான் அந்த இது சிக்னல் போட்டு வச்சுருப்பாங்க. போட்டு வச்சு ஓகே. எங்களுக்கு குறிப்பிட்ட ஏரியா 5வது புட்டி அங்கே போனால் எங்களுக்கு சிக்னல் இருக்காது, போனது சிக்னல் இருக்காது. ഇവിടെ നിന്ന് അധികം അങ്ങോട്ട് നടക്കുന്നില്ല. കാരണം എന്താ പറയുക, അവിടെ മൊത്തം വെള്ളമാണ്. இது மாதிரி ஓட வரும். நடந்து போகலாம். கொஞ்சம் 10 டைம் இப்போ கொஞ்சம் இங்களாக்கு வரும். ശരിയാ, மண்ணு ഇപ്പം വല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് ഉള്ളത്. போனா இப்போ போறாங்களா தெரியல. இந்த டெக்டரால ട്രാക്ടറൊക്കെ പോകും. വലിയ വണ്ടികൾക്കാണ് സുഖകരമായിട്ട് ഇതിലൂടെ പോവാ. ട്രാക്ടറുകൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ശ്രീലങ്ക വന്ന് രാംസേതു വന്ന് കാണുക. അതെന്തായാലും ഇവിടുന്ന് കാണാൻ പറ്റി. ഈ ഒരു ഭാഗത്തിനോട് പണ്ട് ധനുഷ്കോടി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ശ്രീലങ്കയാണ്, തലൈമന്നാറാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിതാ ഇവിടുന്ന് നേരെ തിരിച്ചു പറയുകയാണ്, തൊട്ടപ്പുറത്താണ് ധനുഷ്കോടി. ഇതെന്നാ മീൻ? ഇത് ശ്രീയാ, ഒരു വെറൈറ്റി പേരുള്ള മീനാണ്. അത് ഇവർ മീനൊക്കെ പിടിച്ച് ഈ വണ്ടിയിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. ഇപ്പൊ പിടിച്ചതേ ഉള്ളൂ തോന്നല്ലേ ഇത്? 3 മണിക്ക് പോകണം. 3 മണിക്ക് പോയിട്ട് പിടിച്ചത്. ഫ്രഷ് മീൻ. ഇവിടുന്ന് ഓട്ടോ സ്പെഷ്യലാക്കി അവിടെ പോയി അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ പറഞ്ഞു തന്ന് തിരിച്ച് ഇവിടം വരെ
ഓട്ടോയിൽ കൊണ്ടാക്കുന്നതിന് 500 LKR ആണ്. അതായത് വെറും 145 രൂപ. ഇവിടെ ഇപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട്. ഇത് തന്നെയാണെന്ന് തോന്നുന്നു മണ്ണാർ ഭാഗത്തേക്ക് തിരിച്ചു പോവുക. ആ ഓട്ടോച്ചേട്ടൻ പറഞ്ഞത് 9:45 ഇപ്പോൾ 9:10. കാസർഗോഡ്. മലയാളം അറിയാല്ലേ? എല്ലാവർക്കും മലയാളം ഭയങ്കര ഫ്രണ്ട്ലിയാന്ന് ഇവരല്ലേ. മന്നാറിലേക്കുള്ള ബസ്. കേരളത്തിൽ വന്നിട്ടുണ്ടാ? കർണാടക. ഓ എത്ര മണിക്ക് പോകും? ഓ വലിയ ആൾക്കാരൊന്നുമില്ല. എല്ലാവർക്കും മലയാളം അറിയാലോ ഇവിടെ. ഞങ്ങള് 9:15 ഈ ബസ് ഇവിടുന്ന് എടുക്കുന്നത്. പിന്നെ ഈ ഒരു തലൈമന്നാർ ഈ നമ്മളിപ്പോൾ ഉള്ള ഭാഗത്ത് കൂടുതലും ക്രിസ്ത്യാനികളാണുള്ളത്. പിന്നെ ഇവിടെ തന്നെ എല്ലാ മതത്തിൻ്റെയും അവരുടെ ആരാധിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോകൾ കാണാം. ഇനി ഒരു 1 മണിക്കൂർ യാത്ര, 10:15, 10:20 ആകുമ്പം മണ്ണാറെത്തും. നമ്മൾ പോയത് ഈ വഴിയാണ്, ആ പോയിന്റിലേക്ക്. തലൈമന്നാർ പിയർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ബസ് പോകുന്നുണ്ട്. ഇവിടെ റെയിൽവേ അവസാനിച്ചു. ഇതിൻ്റെ വീഡിയോസൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തത്. കടലിൻ്റെ തൊട്ടവിടെ അവസാനിക്കുന്നതാണ് ആ ട്രാക്ക്. ഒമ്പതേ കാലിനാണ് ഈ ബസ്സിൽ കയറിയത്. ഇപ്പൊ 11 മണിയായി. ഒരു 1.5 ശോകം ബസ്സായിരുന്നു. ഒരുപാട് നേരം വെറുതെ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂമുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 550 മീറ്ററും കൂടി ഉണ്ട്. രാവിലെ 6 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഇപ്പൊ 11 മണിയായി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 9:15 തന്നെ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ആയതാണ്. ഇവിടെ എത്താൻ വൈകി. പിന്നെ ഈ ബസ് അല്ലാതെ പിന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റ് കഴിഞ്ഞില്ല അടുത്ത ബസ്. അത് മാത്രമല്ല, ഇത് ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് അവിടുന്ന് ആളുകളെ എന്താ പറയുക പിക്ക് ചെയ്ത് അങ്ങനെ വരുന്ന ഒരു ബസ്സാണ്. അതാണ് ഇത്രയും ലേറ്റ് ആയത്. രാം സേതു. അപ്പം അതിൻ്റെ കാര്യം പറയുമ്പം ഒരുപാട് നാളായി. അതായത് ശ്രീലങ്ക എത്തി അത് കാണണം എന്ന്. കാരണം ശ്രീലങ്കയിൽ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് മസ്റ്റ് വിസിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു കാഴ്ച കണ്ട് തിരിച്ചിതാ റൂമിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ശ്രീലങ്കയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് ജാഫ്ന. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് പരിപാടി മെമ്മറീസ് കണ്ടുവരേക്കും. ബൈ.